ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തക്കുടുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കുടിനായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ അവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. ഒരു ദിവസം മഴ ഉണ്ടെങ്കിൽ ഒരു ദിവസം മഴ ഉണ്ടാവില്ല, അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ ഡെയിലി മഴ ഉണ്ട്, കാലത്തും വൈകിട്ടൊക്കെ മഴയാണ്. അപ്പോൾ എന്തെല്ലാം ആവശ്യത്തിനൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പിള്ളേരൊക്കെ മഴ നനഞ്ഞിട്ട് റെയിൻകോട്ടും കോടയൊക്കെ ഉണ്ട്, എന്നാലും ചെറിയൊരു മഴയൊക്കെ കൊള്ളുമ്പോൾ പനി വരില്ലേ, അങ്ങനത്തെ ചെറിയൊരു പനി തക്കുടിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പനി ഭേദമാവണില്ല, ഭയങ്കര പനിയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഒന്നും കൂടി ആശുപത്രിയിൽ വെച്ചിട്ട് പോകാൻ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ റിച്ചുവിൻ്റെ മേത്തൊക്കെ ഒരു ഇൻഫെക്ഷൻ പോലൊരു സംഭവം പൊന്തിയിട്ടുണ്ട് കേട്ടോ. എന്തൊരു പ്രാണി അവൻ്റെ മേത്ത് കൂടെ അരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പാട് പോലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഡോക്ടറെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിച്ചുവിൻ്റെ കയ്യിൽ തക്കുടൂന് കൊടുത്ത മരുന്നാട്ടെ, ഇന്നലെ അവന് ചുമയ്ക്കൊക്കെ വാങ്ങിച്ചിട്ടുള്ള മരുന്നായിരുന്നു അവൻ കൈ പിടിച്ചത്. ഞങ്ങൾ കണ്ടില്ല കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. സ്കൂൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോകണ കാണാൻ നല്ല രസമല്ലേ, കണ്ട റോട്ടിൽ കൂടെ സൈക്കിളൊക്കെ ഓടിച്ച് എന്ത് ഹാപ്പി ആയിട്ടാണ് പിള്ളേർ പോകണേ അല്ലേ. ഈ മഴയത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് പിള്ളേർക്ക് ഉണ്ടാവുക, ഡ്രസ്സൊക്കെ നനയുമ്പോൾ. ഞാനൊക്കെ മഴ നനഞ്ഞിട്ട് എന്തോരം സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് തന്നെ ചായ കുടിച്ചിട്ടാട്ടോ ഹോസ്പിറ്റലിൽ പോണത്. കാരണം നമ്മുടെ വീട്ടിൽ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അടുപ്പത്താണ് കുക്ക് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നീട്ടിട്ട് ചോറും കറിയൊക്കെയാണ് വെച്ചത്. ചായക്ക് കടി ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല, അപ്പോഴേക്കും നേരം വഴുകി. നല്ല നേരം വഴുകി കഴിഞ്ഞാൽ നല്ല തിരക്കാവുമല്ലോ ഹോസ്പിറ്റലിൽ. അപ്പോൾ ചായയൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാട്ടോ കുടിച്ചത്. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ എത്തി. ഹോസ്പിറ്റലിൽ എന്തൊക്കെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അല്ലറ ചില്ലറ പണികൾ, കുറേ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ, പെയിൻ്റടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ തന്നെ പൊളിച്ചിട്ട് അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ OP ടിക്കറ്റ് എടുക്കാണ്ടായിരുന്നു, OP ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ വിചാരിച്ച അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വിചാരിച്ച് നല്ല തിരക്കുണ്ടാവും. ഡോക്ടർ അങ്ങനെ അവന് BP ഒക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഇത് എഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പനിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ അതൊക്കെ ചെക്ക് ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റിച്ചൂസിനൊക്കെ ആയിട്ട് അവിടെ നിന്ന് നോക്കുന്നത് തക്കുടൂനെ ഞാനാണ് ഡോക്ടറെ കാണിക്കുന്നതൊക്കെ. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാട്ടോ കാട്ടിയേക്കുന്നത്. അവനെ സാധാരണ അവനെയും റിച്ചുവിനും ഒക്കെ കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റലിലത്തെ ഡോക്ടറെയാണ് കാണിക്കാറ് കേട്ടോ. ആ ഡോക്ടർ രാത്രി സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിലിരിക്കുക, നമ്മൾ പിള്ളേരിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് 7 മണി തൊട്ടിട്ട് 9 മണി വരെ. പക്ഷേ നമ്മൾ ഈ പനി ഇങ്ങനെ കൂടിയോണ്ട് രാവിലെ തന്നെ കൂടുന്നത് ഏതിലും ഹോസ്പിറ്റലിൽ കാണിക്കുക വെച്ചിട്ട് ഇന്നലെ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ട് കുറവില്ലാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വന്നേട്ടാ. അപ്പോൾ അവന് പനി നോക്കിയപ്പോൾ നല്ല പനി ഉണ്ട് കേട്ടോ, 104 ഡിഗ്രി ഉണ്ട് പനി. കുട്ടിക്ക് തീരെ വയ്യാണ്ട് തളർന്ന പോലെ കേട്ടോ. അങ്ങനെ 2-3 മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവന് മലദ്വാരത്തിൽ കൂടെ ഒരു ഗുളിക വെക്കണം, എന്നാൽ പനിയൊന്ന് കുറച്ച് കുറയും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ മരുന്ന് വാങ്ങാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് മരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർ എഴുതിയ അത്രയ്ക്കും ഡോസുള്ള മരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോസ് കുറഞ്ഞ തന്നെ 2 എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പിന്നെ നേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് മരുന്നൊക്കെ വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഈ മരുന്ന് വെക്കാനൊക്കെ, പക്ഷേ എനിക്കത് അറിയില്ല എങ്ങനെ വെക്കുകയെന്ന്. അപ്പോൾ ആ നേഴ്സ് തന്നെ അത് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ തക്കുടിൻ്റെ യൂണിഫോം വാങ്ങാൻ പോവാം കേട്ടോ. അവന് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കുറച്ച് ദിവസമായി റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ള കേട്ടോ, ഉണ്ണിയോളിനൊക്കെ വീട്ടിലാക്കിയിട്ടാണ് പോണത്. അങ്ങനെ ആ ചേട്ടൻ്റെ വീട്ടിലെത്തി. നല്ല മൊന്തയും കാടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ അവിടെ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ ഞാൻ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡ് കൂടെ ആയിട്ടാണ് വന്നത്. പിന്നെ യൂണിഫോം അടിച്ചത് വാങ്ങാൻ 900 രൂപ ആയിട്ടാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ റേറ്റ് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. 2 ട്രൗസറും 2 ഷർട്ടും തയ്ക്കാൻ തന്നെ 900 രൂപ. ഇത്രയ്ക്കൊക്കെ പൈസ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ തയ്ക്കാൻ. ഞാൻ വിചാരിച്ചിട്ട് 500 രൂപ 600 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ തയ്യലൊക്കെ ഭയങ്കര ലാഭമാണ് തോന്നുന്നു. ഇങ്ങനെയൊക്കെ റേറ്റ് വാങ്ങിച്ചാൽ അവർ നന്നായി ലാഭം കിട്ടുന്നുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകാട്ടത് നമ്മുടെ ഇപ്പുറത്തെ സൈഡിലുള്ള വഴിയാണ് നമ്മുടെ വീടിൻ്റെ ഓണറിൻ്റെ വീടാട്ടത്, ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓണറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് കൂടെ കടന്നാൽ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തും. അല്ലെങ്കിൽ ചുറ്റി തിരിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റിൻ്റെ വഴിയുണ്ട് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ഫ്രണ്ട് ഭാഗത്ത് കൂടെ. അപ്പോൾ ഇതാവുമ്പോൾ ബാക്ക് വശത്ത് കൂടെ ആയാലും കുഴപ്പമില്ല, പെട്ടെന്ന് എത്തുമല്ലോ, ഈ വഴി കൂടെ വന്നതാട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ എത്തി. നമ്മുടെ തക്കുടൂസിന് ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുട്ടിക്ക് കറക്റ്റ് പാകാട്ടോ. പിന്നെ ബെൽറ്റും സോക്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് സ്കൂളിൽ നിന്നാണ് കിട്ടുക, സ്കൂൾ തുറന്നു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പം ഇനി സ്കൂളിൽ പോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ വരാം. അതുവരെ ബൈ ബൈ.